അയോധ്യ ക്ഷേത്രപ്രതിഷ്ഠ ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച് കോൺഗ്രസ്. ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ലെന്നും പ്രതിഷ്ഠാ ചടങ്ങിനെ വർഗീയവൽക്കരിക്കാനാണ് RSS ശ്രമമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അധീർ രഞ്ജൻ ചൗധരി എന്നിവർക്കാണ് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചിരുന്നത്. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ച ആഴ്ചകൾക്കപ്പുറം കോൺഗ്രസ് അവസാനം പ്രതികരണം അറിയിച്ചു. ചടങ്ങിലേക്ക് കോൺഗ്രസ് പങ്കെടുക്കില്ല എന്ന നിലപാട് നേതൃത്വം പ്രഖ്യാപിച്ചു. ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് RSSും BJPയും വർഗീയവൽക്കരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവാതെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. ചടങ്ങ് പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഉറച്ച തീരുമാനം കോൺഗ്രസ് കൈക്കൊണ്ടു. ഇതിൻ പ്രകാരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കാൻ അയോധ്യയിലേക്ക് പോകില്ല. Everything is in that statement. Nothing more than that. In the statement they said that BJP RSS event it is turned Ayodhya. That is true. That is very much true. Actually, they make it as an election campaign. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെപ്പറ്റി നേതാക്കളുടെ പരസ്യ പ്രസ്താവനകൾ ഹൈക്കമാൻഡ് വിലക്കിയിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കളുടെ വ്യത്യസ്ത പരാമർശങ്ങൾ പുറത്തുവന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയായി. ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്ന് ആദ്യം പ്രതികരിച്ചത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയായിരുന്നു. പിന്നാലെ മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഈ തീരുമാനത്തിന് പിന്തുണയുമായി എത്തി. എന്നാൽ കോൺഗ്രസ് ഇക്കാര്യത്തിൽ തുടർന്ന മൗനം നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും വിമർശനത്തിനിടയാക്കിയിരുന്നു. പ്രതിഷ്ഠാ ചടങ്ങിന് 12 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പങ്കെടുക്കുന്നില്ല എന്ന മതേതര നിലപാട് വ്യക്തമാക്കിയതിൽ കോൺഗ്രസിന് ആശ്വസിക്കാം. കൈരളി ന്യൂസ്, ദില്ലി.